എൻ്റെ പേര് ഫുൾ നെയിം അബൂബക്കർ. എന്നെ അറിയപ്പെടുന്നത് നൈസ് ബക്കർ. എൻ്റെ സ്വദേശം വാഴക്കാല. എൻ്റെ പേര് ഷാറൂഖ് എന്നാണ്. ഞാനും വാഴക്കാല സ്വദേശിയാണ്. ഞങ്ങൾ ഈ അടുത്തൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയുണ്ടായി. അത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര എക്സ്പ്ലോറേഷൻ ഉണ്ടായിരുന്നു ട്രിപ്പ് കാര്യങ്ങളിൽ. അപ്പം അത് ജനങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിന്ന് ഫ്ലൈറ്റിനാണ് പോയത്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന്. കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു 2 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 7,000 റുപ്പീസിന് കൊച്ചി ടു ഗുവാഹട്ടി ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് ട്രിപ്പ് പോയത്. നോർത്ത് ഈസ്റ്റ് ഞങ്ങൾ അത്യാവശ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ്. ഇവിടുന്ന് രാവിലെ ഒരു 7 മണിക്ക് ഫ്ലൈറ്റിൽ കയറി ഞങ്ങളൊരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഒരു 1 മണിക്കൂർ ലേ ഓവർ ഉണ്ടായി ഫ്ലൈറ്റിന്. അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഗുവാഹട്ടി. അതെ, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ ഗുവാഹത്തി ചെന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങൾ ഇതിനകത്ത് വരാൻ. അത് പറയേണ്ടത് തന്നെയാണ്. ഗുവാഹട്ടിയിലെ അനുഭവമാണ് പറയേണ്ടത്. വണ്ടി ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ടാക്സിക്കാര് നമ്മളെ വളയണേന്. അവിടെയുള്ള എല്ലാ ടാക്സിക്കാരും നമ്മളെ പുറകെ നടക്കണം. നമ്മൾ എന്തൊരു വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മളെ പുറകെ വരികയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ വിചാരിക്കുന്ന റേറ്റിൽ അവിടെ നിന്ന് പോകാൻ പറ്റൂലെന്ന്. ഞങ്ങൾ റേറ്റ് ചോദിക്കുമ്പോൾ അവരെല്ലാം. വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. ഞാൻ പല സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെ ഉണ്ട്. എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ടാക്സിക്കാർ നമ്മളൊന്ന് പൊതിയും. ഏത് സ്റ്റേറ്റിൽ നമ്മൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോയി ഇറങ്ങിയാലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ വന്ന് പൊതിയണ ആൾക്കാര് നമ്മൾ വിചാരിക്കും ഇവരും നമ്മളെ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്ന് പൊതിയണേ. നല്ല ആളുകളാണ്. അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇവരെല്ലാവരും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. നമ്മൾ അവരായിട്ട് പൈസ പറഞ്ഞ് ഡീലിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് നല്ല കറക്റ്റ് മനുഷ്യരാണ്. നമ്മൾ സാധാരണ ഞങ്ങൾ ആദ്യം വിചാരിച്ച ഞങ്ങളെ എന്തെങ്കിലും രീതിയിൽ ഇവര് പറ്റിക്കും. ഒട്ടുമിക്ക സ്റ്റേറ്റ് ഞാനൊരു 5-8 സ്റ്റേറ്റുകൾ പോയിട്ടുള്ള ആളാണ്. അത് ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ടാക്സി ഡ്രൈവർമാരും നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പിന്നെ നമുക്കിപ്പോ ഓൺലൈൻ യൂബർ ടാക്സി, അതേപോലെ തന്നെ ഓലെ അങ്ങനെയുള്ള ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടാതെ നമ്മൾ ഓൺലൈൻ ഫെയർ ഒക്കെ നോക്കിയാണ് നമ്മൾ രക്ഷപ്പെട്ട് പോന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സി ഡ്രൈവർമാർ ഇങ്ങനെ വന്ന് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും സെയിം എല്ലാ സ്റ്റേറ്റിലുള്ള പോലെ തന്നെയാണെന്ന്. പക്ഷെ ഇവിടുത്തെ ഡ്രൈവർമാരും യൂബർ ടാക്സി റേറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസമേ ഇല്ല. അവർ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാ. യൂബറിന് 800-700 പറയണോടത്ത് ഇവര് ഞങ്ങളെ കൊണ്ടുപോയത് 450 രൂപക്കാണ്. അതാണ് അവിടുത്തെ ഒരു. പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഓട്ടം കിട്ടിയാൽ മതി. അവർക്ക് ടൂറിസ്റ്റുകളില്ല. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ആ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ആ വന്ന കസ്റ്റമറെ കയ്യിലാക്കാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മള് സാധാ പെട്ടെന്ന് കാണുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കും ഇവരും നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടി തന്നെയാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടത് ഗുവാഹത്തിന്ന് നോഗാവ് ജില്ലയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ യാത്ര ഞങ്ങൾ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ചാറ്റൽ മഴ വന്ന് അവിടെ മൊത്തം പ്രളയമായി. എന്താന്ന് വെച്ചാലേ ഗുവാഹത്തി സ്റ്റേറ്റ് കിടക്കുന്നത് നമ്മള് ഗുവാഹത്തിയുടെ മേളിലായിട്ടാണ് ഈ മേഘാലയ, ചിറാപുഞ്ചി മേഘാലയ ഭാഗം ഉണ്ടല്ലോ, അത് ഹിൽ സൈഡാണ്. ഈ ആസാം എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ ഈ ഹിൽ സൈഡ് ഭാഗത്ത് മഴ പെയ്തതിന് അവിടെ ചിറാപുഞ്ചി ഭാഗം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എപ്പോഴും മഴ കിട്ടുന്ന ഏരിയയാണ്. അവിടെ തുടർച്ചയായി മഴ പെയ്തതിനാ ഹിൽ സൈഡുള്ള വെള്ളം മൊത്തം നേരെ താഴോട്ട് വന്നത് നമ്മുടെ ഈ ആസാമിലേക്കാ. ആസാമിലേക്കൊന്നും വലിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം പോകാനുള്ള ഫെസിലിറ്റി ഇല്ല. അങ്ങനെ വരുമ്പോഴേക്കും റോഡ് ഫുള്ള് ബ്ലോക്ക് ആവും. അത് 9 മണിക്കൂറാണ് കിടന്നത്. 9 മണിക്കൂർ. അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. നമ്മള് സാധാരണ കേരളത്തിലാണെങ്കിൽ ഒരു 100 പോലീസ് വണ്ടി, ഫയർഫോഴ്സ് എല്ലാം അവിടെ എത്തും. ഒരു പോലീസ് വണ്ടി ഇല്ല, ഫയർഫോഴ്സ് ഇല്ല. എല്ലാ യാത്രക്കാരും അവരവരുടെ വണ്ടിയിൽ ഇരിക്കുന്ന, ഓണടിയില്ല, ഒന്നുമില്ല. എല്ലാവരും സേഫ് ആയിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ.
ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. അവർക്കൊരു സാധാ സംഭവം തന്നെ. ഞങ്ങൾ എന്നിട്ട് ആ ടാക്സിക്കാരനോട് പറഞ്ഞ് 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ റൂം എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സന്തോഷത്തോടുകൂടി നിങ്ങൾ പോയി റൂം എടുത്തോന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതെ, നമ്മുടെ എക്സ്ട്രാ കാശൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും ഒരു പൈസ പോലും പറഞ്ഞ പൈസ തന്നെ 600 രൂപ പറഞ്ഞിട്ട് 600 രൂപ ഞങ്ങൾ കൊടുത്ത് അയാളത് വാങ്ങിച്ച്. ഞങ്ങൾ വെളുപ്പിന് 2 മണിക്ക് ഞങ്ങൾ തൊട്ടടുത്ത ലോഡ്ജിലാണ് കിടന്നത്. ഞങ്ങൾ അതിന്റെ വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ ആ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. 4 മണിയായി കഴിഞ്ഞപ്പോൾ വെള്ളം സാവധാനം കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വണ്ടികളൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയത്. അതൊക്കെ വലിയൊരു അനുഭവമാണ്. അതെന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രളയം, ആലുവയിലൊക്കെ പ്രളയം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ കുറെ കണ്ടിട്ട് വലപ്പിച്ച് അല്ലെ, ഇടങ്ങേറാക്കി. അതാണ് യാത്രയിലുള്ള വലിയൊരു അനുഭവമാണ്. നമ്മള് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോഴും നമ്മൾ വലിയൊരു എക്സ്പെൻസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ നമ്മള് ഈ പറഞ്ഞോണ്ട് വളരെ തുച്ഛമായ രീതിയിൽ അല്ലെ, ഇതുപോലെ ശരിക്കും ഇവിടെ നിന്ന് മൂന്നാറ് പോയിട്ട് വരുന്ന ഒരു സാധാരണ ഒരു ആളുകൾ ഒരു ഫാമിലി മൂന്നാറ് പോയിട്ട് വരുന്ന റൈറ്റില് ഞങ്ങൾ എത്ര സ്റ്റേറ്റ് കയറി എന്നറിയാമോ? അത് ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അത് കാരണമാണ് ഇതിപ്പോ നമ്മള് എല്ലാരും മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക്. അതെ, ഏത് സാധാരണക്കാരനും നമുക്ക് യാത്ര ചെയ്യാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പല രാജ്യങ്ങൾ പോണതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇന്ത്യയിൽ തന്നെ പല 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 വ്യത്യസ്തമായ കൾച്ചറും അല്ലെ, പിന്നെ എന്തോരം കാര്യങ്ങളാണുള്ളത്. അവിടുത്തെ ആളുകളുടെ സ്വഭാവവും അവിടുത്തെ ജീവിത രീതിയും സാമ്പത്തിക സ്ഥിതിക്ക് എന്താണ്? അത് ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ ആസാമാണ്. അതെ, ആസാമാണ് അവിടെയുള്ള ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലം. ആസാമാണ്. എന്നാൽ ജനങ്ങള് നല്ല ജനങ്ങളും. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സ്വീകരണമാണെന്ന് അറിയാമോ? നമുക്ക് ഇവിടെയുള്ള ആസാമികളൊക്കെ കാണുമ്പോൾ, നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അവരോട് വെറുപ്പാണ്. ഇത് തന്നെയായിരിക്കും ഇവരുടെ നാട്ടിൽ ഇവർ കാണിക്കുമെന്നുള്ള ചിന്തയാണ് നമുക്ക്. പക്ഷെ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവര് നമ്മള് വലിയൊരു അത് നമുക്ക് ഭയങ്കര സ്വീകരണം. അതായത് ഒന്ന് വെറുതെ എണീറ്റ് നടക്കുമ്പോൾ നമ്മ ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി പോയാൽ നമ്മളുടെ പുറകെ കസേരയായിട്ട് വരണം. നമ്മൾ റോട്ടിലേക്ക് പോയാൽ റോട്ടിലേക്ക് കസേരയായിട്ട് വരണം. പക്ഷെ അവർക്കൊന്നും ഭക്ഷണം തരാനോ ഒന്നും അവരെ അവരാകെ കഴിക്കുന്നത് ഈ റേഷൻ അരി. പിന്നെ അവരവരുടെ പറമ്പിൽ ഓരോ ചാലുണ്ടാവും. ആ ചാലയിൽ നിന്ന് ചൂണ്ടയിടും, ആ മീൻ വെച്ച് കറി വെക്കും. അത്രയ്ക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പൈപ്പിലെ വെള്ളം പോലും നമുക്ക് പോയി കുടിക്കാൻ പറ്റൂല. ഒരു ഭയങ്കര കട്ടിച്ചോ ചെളിച്ചോവൊക്കെയാണ്. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണെന്നുള്ളത് അത് നമ്മളവിടെ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. തൊഴിലില്ല, അതുകൊണ്ടാണ് ഭൂരിഭാഗം ഒരു ആസാമിലുള്ള എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരും ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നത്. വെറും ജോലിയില്ല അവർക്ക്. ഇപ്പൊ ഇവിടെ ജോലി എടുക്കണവരാണെങ്കിലും തിരിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് വെറുതെ നടക്കാന്നുള്ളൂ. അവർക്കിപ്പോ ഒരു 2 മാസം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ 3-ാമത്തെ മാസം മുതൽ അവരുടെ കയ്യിലെ ക്യാഷൊക്കെ തീരും. പിന്നെ അവർക്ക് നിവർത്തിയില്ല, അവിടെ നിന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ, ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അതിനുള്ള സെറ്റപ്പ് അവിടെ ഇല്ല. ആസാമിലെ ജീവിതം. അവിടുത്തെ ആഹാരത്തിന് രുചിയും അതുപോലെ തന്നെ വിലയൊക്കെ എങ്ങനെയാണ്? സാധാരണ ഭക്ഷണം, സാധാരണ ചോറും അത് ആസാമിലല്ല, അത് നാഗാലാൻഡാണ്. നാഗാലാൻഡിലാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ആസാം അതിലും നല്ല സ്ഥലമാണ്. ആസാം നാഗാലാൻഡിനെ കാട്ടി നല്ല സ്ഥലമാണ് മറ്റേ മേഘാലയ, ചിറാപുഞ്ചി. നാഗാലാൻഡില് നമുക്ക് സാധാരണഗതിയിൽ ഞങ്ങൾ അവിടെ പോയി ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ യാത്ര ചെയ്യണ പോലെ നമുക്ക് അവിടെ യാത്ര ചെയ്യാൻ പറ്റൂല. നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ഇടയിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഒരു ബാഗ് ചേട്ടാ ഒന്ന് വെച്ചോ, ഞാൻ ഇറങ്ങാൻ നേരത്ത് വാങ്ങിച്ചോളാന്ന് പറഞ്ഞ് അത് വെറുതെ സാധാരണ കേരളത്തിലെ പോലെ അവസ്ഥയിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അത് വേറെ എന്തെങ്കിലും ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ആരും വിശ്വസിക്കാൻ നമ്മ സേഫ്റ്റി ആയിരിക്കണം എപ്പോഴും. ആരും നമ്മൾ ചെയ്യാൻ പാടില്ല. പരമാവധി നമ്മൾ ലോക്കലിൽ കയറാതെ AC-ലാണ് നമ്മൾ പോകാൻ പാടുള്ളൂ.
അതിലാണ് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പോലീസ് യാത്ര ചെക്കിംഗ് ഉള്ളതാണ് എ സിയിൽ, അതുകൊണ്ട് പിന്നെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിൽ ഇത് നമുക്ക് ആ ഒരു സേഫ്റ്റി മനസ്സിലായി. ഞങ്ങൾ ലോക്കലിൽ കയറിയതാണ്. ലോക്കലിൽ കയറിയ മൊത്തം ജനം ലോക്കലിൽ കയറും. നമുക്ക് ആരെ എന്തൊക്കെയാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞങ്ങൾ ലോക്കലിലും കയറി എ സിയിലും കയറി. എ സിയിലാണ് ഏറ്റവും നല്ലത്. എ സി ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സേഫ്റ്റിയാണ്, നമുക്ക് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലും പിടിച്ചുപറിയും അങ്ങനെയുള്ള, അതേപോലെ തന്നെ ഈ പറഞ്ഞോട്ട് ഡ്രഗ്സ് കൈമാറ്റം അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനോട് ഇതായിട്ടുള്ള ആൾക്കാരുള്ള ഏരിയ ആണ് ദിമാപൂര് നാഗാലാൻഡ് ഏരിയയിലൊക്കെ. അപ്പൊ പാമ്പ്, തവള, ഞങ്ങൾ എല്ലാ സംഭവം ഉണ്ട്. പുഴു, പാമ്പ്, വെറ്റിലുകള്, പിന്നെ മറ്റേ ഡോഗിന്റെ ഇറച്ചിയുണ്ട്, പട്ടി ഇറച്ചി. അതിന് 500 രൂപ. അപ്പൊ നേരത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കായിരുന്നു. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവര് നമ്മൾ ചോദിക്കുമ്പോ അവർ മാറണം. അവർക്കറിയാം ഇത് വീഡിയോ പിടിക്കാനാണെന്നുള്ള ഉദ്ദേശത്തില് അവരൊക്കെ മാറണ. അവർക്ക് അതൊന്നും അതെന്തോ ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ അവിടെ എല്ലാം ഇപ്പൊ സുലഭമായി കിട്ടുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അത് ബുധനാഴ്ച രാവിലെ മുതലാണ് എല്ലാം കിട്ടുന്നത്. ഒരു ദിവസം മാത്രം, ബുധനാഴ്ച മാത്രം. ബാക്കിയുള്ളതൊക്കെ വേറെ മാർക്കറ്റിലാണ്. ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് പിന്നെ ഒരു 3-4 കിലോമീറ്റർ പോയിട്ടാണ് വേറെ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തത്. ഞങ്ങളൊന്നും കഴിച്ചില്ല. വെറ്റില് കഴിച്ചു നോക്കിയായിരുന്നു. വെറ്റിൽ എന്താ അതിന്റെ ടേസ്റ്റ് എന്താന്ന് അറിയാൻ നമ്മൾ കഴിച്ചപ്പോ നമ്മൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആണ്. അത് കഴിച്ചു നോക്കിയായിരുന്നു. അതവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു രീതിയിലല്ല അവിടെ വെച്ചേക്കുന്നത്. നമുക്കൊരു സ്റ്റൈലിലാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഞാൻ കഴിച്ചു നോക്കി. അപ്പൊ സാധാരണ പോലെ തന്നെ അവനെ എല്ലാ ഇതൊക്കെ മസാലയൊക്കെ ചേർത്ത് വെച്ചപ്പോ അതിന് നല്ല ചെമ്മീൻ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആണ്. അത് ചെമ്മീൻ കഴിക്കണമല്ലോ. ഇവരോട് കഴിക്കാൻ പറ്റും, ഇവര് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കൊഹിമ പോയി. നാഗാലാൻഡിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു സംസ്ഥാനമാണ് കൊഹിമ. അവിടെ നല്ല നല്ല സീനറിയാണ്. അവിടുത്തെ വേറൊരു സംസ്കാരമാണ് അവിടെ. നിങ്ങൾ ഏതൊരു നാട്ടിൽ പോയപ്പോ ഏകദേശം ഒരു 4000 സ്റ്റെപ്പ് ഉള്ള ഒരു സ്ഥലത്ത് പോയെന്ന് പറഞ്ഞല്ലോ, അതിനനുഭവം? അത് മേഘാലയാണ്. മേഘാലയ ചിറാപുഞ്ചി. ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ്. അത് കാണാനാണ് ഞങ്ങൾ പോയത്. 5200 സ്റ്റെപ്പ് എന്തുകൊണ്ട് ഇറങ്ങി പോകുന്നത്. 5200 സ്റ്റെപ്പ് ഉണ്ട്. അത് അതേപോലെ തന്നെ നമ്മൾ റിട്ടേൺ കയറി വരണം. അത് കയറണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇറങ്ങുമ്പോ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങൾ കയറിയത്. ഞങ്ങൾ 3 പേരും കയറി. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഡബിൾ ഡെക്കർ ഉള്ളത്. ആ വരെ കൂടി വേണം നമ്മൾ നടന്ന് പോകാൻ വേണ്ടി. അതിൽ കൂടെ പോണ യാത്ര നല്ല പേടിപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. അത് നല്ല രസമാണ് ആ യാത്ര. ഞങ്ങൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് പോയത്. ലിഫ്റ്റിംഗ് ഉണ്ട്. അതിന് നമ്മൾ ആൾക്കാർ ഭയങ്കര പ്രതീക്ഷ വെച്ചാണ് ഈ സ്ഥലത്തേക്ക് ചെല്ലണത്. ഏതാള് പോയാലും അവിടെ പോയി ബ്രിഡ്ജ് കാണാൻ വേണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോ ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതൊന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരുടെയാണെങ്കിലും മനസ്സിലുണ്ടാവും. അപ്പൊ മരത്തിന്റെ പേര് ഇത് പ്രകൃതിന്ന് ഉണ്ടായേക്കണാണ്. പ്രകൃതിയുടെ ഒരു അത്ഭുതമാണത്. അതായത് മരത്തിന്റെ പേര് ഓട്ടോമാറ്റിക്കലി വളർന്ന് 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 അതൊരു ബ്രിഡ്ജാക്കി എടുത്തേക്കണേണ്. ബ്രിഡ്ജ് പോലെ അയക്കണേണ്. ഫുള്ളും മരമാണ്. അതൊരു കാണേണ്ട കാഴ്ചയാണ്. അപ്പൊ ഇതൊരു ആകാംക്ഷ ഉള്ള ആൾക്കാരാണല്ലോ ഈ ചിറാപുഞ്ചി ഭാഗത്തേക്ക് അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങും. 5200 സ്റ്റെപ്പ് ഉണ്ട്. കേൾക്കുമ്പോ നമ്മള് 5200 സ്റ്റെപ്പ് എന്ന് കേൾക്കുമ്പോഴൊന്നും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല. അത് ഇറങ്ങുമ്പോഴും വലിയ ബുദ്ധിമുട്ട് തോന്നണില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇറങ്ങി പോവാ. തിരിച്ച് കയറുമ്പോഴാണ് അനുഭവം മനസ്സിലാക്കണത്. ഒരു 300 സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോഴത്തേക്കും കാലിന്റെ മസിലൊക്കെ കയറി പിടിക്കാൻ തുടങ്ങും. ടൈറ്റ് ആവും, മസിലൊക്കെ ടൈറ്റ് ആവും. പിന്നെ നമുക്ക് മേലോട്ട് കയറാൻ പറ്റൂല. സന്തോഷം. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ തങ്ങാതിരുന്നത്. അവിടെ തങ്ങണമെങ്കിൽ 7000 രൂപ 8000 രൂപ ഞങ്ങൾക്ക് അവിടെ റൂം എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു ഷെഡ് വലിച്ചു കെട്ടിയേക്കണുള്ളൂ. അതിന്റെ അകത്ത് നമുക്ക് എടുക്കുന്ന 7000 8. അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ദിവസം ഞങ്ങൾ അവിടെ തങ്ങിയല്ല.
ഞങ്ങളുടെ മൈൻഡ് അനുസരിച്ച് ഞങ്ങൾ അവിടെ തങ്ങിയന. പക്ഷെ ഞങ്ങളുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് തന്നെ പിടിച്ച് കയറി. നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾ കയറണമെങ്കിൽ 7 മണിക്കൂർ വേണം. അവര് ടൈം പറഞ്ഞേക്കുന്നത് ഇല്ല, പോയി റിട്ടേൺ പറഞ്ഞ 7 മണിക്കൂറാണ് അവര് പറയുന്നത്. ഞങ്ങൾ ആ ടൈമിൽ തന്നെ വന്ന് കയറി. ബാക്കിയുള്ളവരൊക്കെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്, ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്ന് അവര് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ റൂം എടുക്കണേണ്. പിറ്റേ ദിവസം മഞ്ചലിൽ കയറിയിട്ട് അവർ ചോദിക്കുന്ന പൈസയാണ്. അവരുടെ തൊഴിൽ അതാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അവര് 15,000 രൂപയാണ് അവർ താഴത്തു നിന്ന് മേളിൽ കയറ്റാൻ വേണ്ടി ചോദിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു 1000 ഏതാണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് 10,000 രൂപ പറഞ്ഞിട്ടാണ് കയറ്റിയത്. അത് പകുതി ഒരു ടീം കയറ്റും, പിന്നെ പകുതി വേറെ ടീമിന് കയറ്റി കൊടുക്കും. അതുപോലെ അവര് ഓരോ സ്ഥലത്ത് അവർ ഓരോ ട്രെയിനിങ്ങിൽ അവർ നിൽക്കുന്നുണ്ട്. അവർക്കറിയാം ഈ സ്ഥലത്ത് എത്തുമ്പോൾ ആള് ടയർഡ് ആവുന്നുള്ളു. ആ സ്ഥലത്തൊക്കെ ഇവര് മഞ്ചലായിട്ട് നിൽക്കണേണ്. നമ്മ പോയി അവിടെ കിടന്നാൽ മതി, അവർ കയറ്റും. പിന്നെ ഒരു മാസം ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ശരീരത്തിന് ട്രബിൾ ഉള്ളവർക്ക് പണി കിട്ടും. നമുക്ക് കുറച്ചൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇയർ ബാലൻസ് പോവും, ചെവിയൊക്കെ അടഞ്ഞു പോകും. പിന്നെ വല്ല പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രഷർ കയറും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. ഏകദേശം ഒരു 500 വർഷം മുകളിൽ കാലപ്പഴക്കമുള്ള മരത്തിന്റെ വേരുകളാണ് ഈ ബ്രിഡ്ജാക്കി ഒരു. ഇത് ഒരു മരമാണോ 2 മരം? ഇല്ല, 2 മരങ്ങളാണ്. അതായത് ഈ ഒരു സൈഡിൽ ഒരു മരമുണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മരമുണ്ട്. അതെ, ഈ 2 മരത്തിന്റെയും വേരുകൾ തമ്മിൽ യോജിച്ചാണ് ഈ ബ്രിഡ്ജ് ഉണ്ടായത്. അത് 100 മീറ്ററോളം, 75-100 മീറ്ററോളം ഇടക്കുള്ള അത്രയും നീളമുണ്ട്. അതെ അതെ, അത് കാണാൻ വേണ്ടിയാണ്. അതെ, 2 പേരും 3 ആളെ വരുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ടായിരിക്കാം. ആക്ച്വലി ഒരു 3-4-5 ഒരു 10 പേര് നിന്നാലൊന്നും വിഷയമൊന്നും ഇല്ലാന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നണത്. അതെ, പക്ഷെ നല്ല ഉറപ്പാണ് സാധനം. പേടി നമ്മളത്ര റിസ്ക് എടുത്ത് അവിടെ ചെന്നാണ്. പിന്നെ ഇനി അത് പേടിക്കാനായിട്ടല്ലേ 4,000-5,000 സ്റ്റെപ്പ് മേലെ നടന്ന് അവിടെ ചെന്നതാണ്, ട്രക്ക് ചെയ്ത് ചെന്നാണ് ഞങ്ങളവിടെ. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മേഘാലയാണ് പോയത്. മേഘാലയ പോയി. മേഘാലയ ഈ സാധാരണ പോലെയല്ല, നല്ല ജനസംഖ്യ വളരെ കുറവാണ്. അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ആണ് മേഘാലയ. സൂപ്പർ. നമ്മൾ ഇന്ന് വരെ അതുപോലത്തെ ഒരു സിറ്റി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു സിറ്റി. അതായത് ചെറിയൊരു സ്ഥലം, ജനസംഖ്യ കുറവ്, വലിയ വാഹനങ്ങളൊന്നുമില്ല. കാറ്, ടാക്സി മാത്രമേ ഉള്ളൂ, ബൈക്കും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് ഒരു ഇന്നോവ കാർ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അത് 100 കണക്കിന് വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് കിടന്ന ഒരു വണ്ടി ഹോൺ പോലും അടിക്കില്ല. എല്ലായിടത്തും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് പബ്ലിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അവരത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മള് ചെല്ലേണ്ട ടൂറിസ്റ്റുകളും അതേപോലെ അവരെ കൾച്ചർ അതനുസരിച്ച് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അതേപോലെ ആയിപ്പോവും. ഞങ്ങൾ മേഘാലയയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒരു വേസ്റ്റ്, ഒരു വാട്ടർ ബോട്ടിൽ പോലും വലിച്ചെറിയാൻ പേടിയായിരുന്നു. അതെന്ന് വെച്ചാൽ അവിടെ അതുപോലെ ആരും ചെയ്യുന്നില്ല. അവിടെ സ്ഥലങ്ങൾ അങ്ങനെയാണ്. ആ സ്ഥലം അത് കണ്ടു നമുക്ക് ചെയ്യാൻ തോന്നൂല. അത്ര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല. അതേപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മേഘാലയ കഴിഞ്ഞ് പിന്നെ ചിറാപുഞ്ചി പോയി. ചിറാപുഞ്ചിയും ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അതും ഇതേപോലെ തന്നെയാണ്. അവിടുത്തെ കൾച്ചറും അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഡൽഹി പോയി. ഡൽഹി മാർക്കറ്റ് പോകുന്ന ഡൽഹി മാർക്കറ്റ് ഞങ്ങൾ എല്ലാ മാർക്കറ്റുകളൊക്കെ കണ്ട്, മസ്ജിദ് കണ്ട്, മാർക്കറ്റുകളൊക്കെ ശരിക്കും കാണേണ്ട ഒരു സംഭവമാണ്. മറ്റൊരു ചോദ്യം, നിങ്ങൾ ഇത്രയും യാത്ര ചെയ്ത ആളുകളാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ പോയ ആളുകളാണ്. കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ നാടും മറ്റു സംസ്ഥാനങ്ങളും കമ്പയർ ചെയ്യും. കേരളം അതായിട്ട് വെച്ച് നോക്കുമ്പോ കൾച്ചർ വേറെ ആണെങ്കിലും കേരളം നമുക്ക് സ്വർഗമാണ്. നമ്മളുടെ ഇവിടുത്തെ ജീവിത രീതി, ഇവിടുത്തെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലും, നമുക്ക് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക്
വലിയൊരു സംഭവമാണ്. നമ്മ തൊഴിലെടുക്കാനായാലും അതെ. തൊഴിലെടുത്ത പൈസ ഉണ്ട്, ആവശ്യത്തിന് പൈസ കിട്ടുന്നു. ഇവിടെ നമ്മ പണിയെടുക്കാൻ റെഡി ആയാൽ മതി. എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ റെഡിയാണ്. ഇന്ന് ഏത് മേഖലയിലും ആർക്കും തൊഴിലെടുക്കാനുള്ള ചാൻസുകളുണ്ട്, പൈസയും ഉണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ആളുകളൊക്കെ ഇവിടെ വന്ന് ജോലി എല്ലാവരും ചെയ്യുന്നതാണ്. കേരളം ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു അവിടെ സാലറി തൊഴിലില്ല, പിന്നെ ഉള്ള തൊഴിലിന് സാലറി ഇല്ല. പ്രശ്നം കേരളം അത് വെച്ച് നോക്കുമ്പോ ചങ്കാണ് കേരളം. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മറ്റേ ഡിസംബറിൽ നേപ്പാൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നേപ്പാളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂര് ഞങ്ങൾ ബോർഡർ വരെ പോയായിരുന്നു. പിന്നെ കലാപങ്ങൾ അങ്ങനെയുള്ള വിഷയം വന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകുന്നതാണ്. ഞങ്ങൾ ഇനി അടുത്തത് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നേപ്പാളാണ്. നേപ്പാൾ മാത്രം ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എല്ലാ ബാധ്യതയും തീർത്ത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നമ്മ യാത്ര ചെയ്യാ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവൂല, ഒരിക്കലും ഉണ്ടാവൂല. ഇതൊക്കെ നമ്മ പ്രശ്നം തീർത്ത് നമ്മ എപ്പോഴും പോകുന്നത് ആറടി മണ്ണിലേക്കായിരിക്കും. അല്ലാതെ യാത്ര എന്ന ഒരാൾക്ക് ഒരു പ്രശ്നം തീർത്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മാക്സിമം യാത്ര ചെയ്യാം. മാക്സിമം നല്ലത് ചെയ്യാ, സന്തോഷത്തോടു കൂടി ജീവിക്കാം. എനിക്ക് പറയാനുള്ളത് അതാണ് പ്രേക്ഷകരോട്. അതെ, ബക്രിക്ക പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ നടപടിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി യാത്രകള് ആസ്വദിക്കുക. അതെ, അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതശൈലിയും എല്ലാം നമ്മൾ പഠിക്കുക. പക്ഷെ നമ്മൾ ഈ യാത്ര പോയിട്ട് നമുക്ക് ഒരു 15 ദിവസം ഞാൻ യാത്ര പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എനിക്ക് കിട്ടിയ സന്തോഷവും നിങ്ങളോട് പറഞ്ഞാൽ തീരൂല. എനിക്ക് 56 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 55 വയസ്സായി എനിക്ക് ഇത്രയും സന്തോഷം കിട്ടാൻ വേണ്ടി. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര ഒരു സുഖമുള്ളൊരു യാത്ര കിട്ടാൻ വേണ്ടി 55 വയസ്സ് കാത്തു നിൽക്കേണ്ടി വന്നു. ഇനി ഞാൻ പോകും. ഞാൻ എന്റെ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മ പോകും.